2022 വേൾഡ് കപ്പിൽ നിരാശരായി മടങ്ങിയ ബ്രസീൽ 22 നഷ്ടപ്പെട്ടു പോയ ആ വേൾഡ് കപ്പ് തിരികെ പിടിക്കാൻ 2026 അവര് വീണ്ടും മറന്നു. പക്ഷേ ഇത്തവണ ഒരു പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ തവണത്തേതിൽ വെച്ച് 10 മടങ്ങോടെയാണ് ബ്രസീൽ ഇത്തവണ വന്നിരിക്കുന്നത്. ആദ്യ മത്സരം തന്നെ വമ്പൻ ഹൈപ്പോടെയാണ് ലോക ഫുട്ബോൾ കാത്തിരിക്കുന്നത്. കാരണം വമ്പന്മാരായ മൊറോക്കയാണ് ബ്രസീലിന്റെ ആദ്യ എതിരാളികൾ. ഹായ്, അങ്ങനെ ബ്രസീൽ ആരാധകർ കാത്തിരുന്ന മത്സരം നാളെ 3 മണിക്ക് ബ്രസീൽ വേഴ്സസ് മൊറോക്കോ മത്സരം നടക്കും. സോ ഈ ഒരു മത്സരത്തെ കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. വളരെ ടഫ്, ആവേശം നിറഞ്ഞ ഒരു മത്സരം തന്നെയായിരിക്കും ഈ ഒരു മത്സരം. കാരണം ഈ ഒരു വേൾഡ് കപ്പിലെ 2 മികച്ച ടീം തന്നെയാണ് ഈ ഒരു മത്സരത്തിനായി ഇറങ്ങുന്നത്. ബ്രസീൽ വേഴ്സസ് മൊറോക്കോ മത്സരം വളരെ ആവേശത്തിലാണ് ആരാധകർ കാത്തിരിക്കുന്നത്. ബ്രസീലിന് ഈ ഒരു മത്സരം ജയിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല, വെരി ഡിഫിക്കൽട്ട്. മൊറോക്കോയെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള സ്കോഡാണ് മൊറോക്കോയുടെ. അതുകൊണ്ട് തന്നെ ബ്രസീൽ കണ്ടറിഞ്ഞ് ഒരു 11 കൊണ്ട് തന്നെ ആയിരിക്കും കോച്ച് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ ഒരു മത്സരം ബ്രസീൽ ജയിച്ചു കഴിഞ്ഞാൽ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല കോൺഫിഡൻസ് ആയിരിക്കും കോച്ചിനും അതുപോലെ ടീമിനും കിട്ടുക. അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരം വളരെ ടഫ് ആയിരിക്കും, കളി കാണാനും ഭയങ്കര ആവേശമായിരിക്കും. ഇനി ഈ ഒരു മത്സരത്തിൽ ഒരു പക്ഷേ നെയ്മർ ഇറങ്ങാനുള്ള ചാൻസ് നമ്മൾ കാണുന്നില്ല. നെയ്മർ ഇറങ്ങിയിട്ടില്ലെങ്കിൽ പോലും വിനീഷ്യസ് പോലെ താരങ്ങളൊക്കെ ബ്രസീലിൽ നിലനിൽക്കുകയാണ്. സോ വളരെ മികച്ച ടീം തന്നെയാണ് ബ്രസീൽ. പിന്നെ മൊറോക്കോയെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വേൾഡ് കപ്പിന് മുമ്പുള്ള കുറച്ച് മത്സരങ്ങളിലായിട്ട് മൊറോക്കോ അൺബീറ്റഡ് ആണ്, പരാജയപ്പെട്ടിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ മൊറോക്കോ വെരി സ്ട്രോങ് ആണ്. പക്ഷെ മൊറോക്കോക്കെതിരെ എങ്ങനെ ബ്രസീൽ പിടിച്ചു നിൽക്കും, എങ്ങനെ കളിക്കും എന്നുള്ള കാര്യമൊക്കെ നമുക്ക് കണ്ടറിയാം. സോ എന്തായാലും ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. കൂടുതൽ വിവരങ്ങളായിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും